മദ്യനയ അഴിമതി കേസിൽ ഇഡിയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. നിയമവശങ്ങൾ പരിശോധിക്കാതെയാണ് ഹൈക്കോടതി ഉത്തരവെന്നാണ് കേജ്രിവാളിന്റെ വാദം. ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ കേജ്രിവാളിനെ ഉടൻ വിചാരണ കോടതിയിൽ ഹാജരാക്കും. മദ്യനയ അഴിമതിയിലും തുടർന്നുള്ള ഹവാല ഇടപാടിലും കെജ്രിവാളിന്റെ പങ്കിന് ഇഡിക്ക് മതിയായ തെളിവുകൾ ഉണ്ടെന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയത്. ഈ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്താണ് കെജ്രിവാളിന്റെ അപ്പീൽ. പ്രതിഭാഗത്തിൽ നിന്ന് ഇഡി മറച്ചുപിടിച്ച അവിശ്വസനീയമായ ഒരു രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഉത്തരവ്. രാഷ്ട്രീയ പാർട്ടിയെ കമ്പനിയായി പരിഗണിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി. ഇത് നിയമപരമല്ലെന്നും ഹർജിയിൽ പറയുന്നു. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ ഉച്ചയ്ക്ക് ശേഷം കെജ്രിവാളിനെ ദില്ലി റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. അതേസമയം പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ തിഹാർ ജയിലിലെത്തി കെജ്രിവാളിനെ സന്ദർശിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് ജയിൽ അധികൃതർ അനുമതി നൽകുന്നില്ലെന്നാരോപിച്ച് ആം ആദ്മി പാർട്ടി നേരത്തെ രംഗത്തെത്തിയിരുന്നു. കേസിൽ CBI അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങിയ BRS നേതാവ് കെ കവിതയെ കോടതി വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഏപ്രിൽ 23 വരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡി. വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യമില്ലെന്ന് CBI നിലപാടറിയിച്ചതോടെയാണ് വിചാരണ കോടതിയുടെ നടപടി. റിപ്പോർട്ടർ, ദില്ലി.